മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും തമ്മിലുള്ള കൂടുതൽ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവന്നു. CM രവീന്ദ്രൻ സ്വപ്നയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതാണ് ചാറ്റിലുള്ളത്. CM രവീന്ദ്രനോട് തിങ്കളാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. നേരത്തെയും CM രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള ചാറ്റുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ചാറ്റുകളുടെ ആധികാരികത സംബന്ധിച്ച് ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്തരം സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്തരം ചാറ്റുകൾ ഇടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി ED വിളിപ്പിച്ചിട്ടുമുണ്ട്. കൊച്ചി ഓഫീസാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള ചാറ്റിലും ചില സാമ്പത്തിക ഇടപാടുകൾക്കൊപ്പം തന്നെ പേഴ്സണലായിട്ടുള്ള ചില ചാറ്റുകൾ കൂടി അതിൽ ഉൾപ്പെട്ടിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന ചാറ്റുകളിലും കൂടുതൽ വ്യക്തിപരമായ വിവരങ്ങളടങ്ങിയ ചാറ്റുകളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഒരിക്കൽ കൂടി പറയുന്നു, ഇത്തരം ചാറ്റുകളുടെ സംബന്ധിച്ച് എന്തായാലും അന്വേഷണ ഏജൻസികൾ കൃത്യമായ വിവരങ്ങൾ ഇത് സ്ഥിരീകരിക്കാമോ അല്ലെങ്കിൽ അത് തള്ളിക്കളയാമോ, അങ്ങനെ ഏതെങ്കിലും ഒരു നിലപാട് അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, എന്താണ് ഈ വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ വരുന്ന 27-ാം തീയതി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിലാണ് CM രവീന്ദ്രനും സ്വപ്ന സുരേഷും തമ്മിലുള്ള കൂടുതൽ ചാറ്റ് സംഭാഷണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ലൈംഗിക ചുവയോടുകൂടി സ്വപ്നയോട് സംസാരിക്കുന്ന ചാറ്റ് സംഭാഷണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. CM രവീന്ദ്രൻ ഇത്തരത്തിൽ സ്വപ്നയോട് ഇടപെട്ടു എന്നൊരു ആരോപണം മുമ്പ് ഉയർന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ചാറ്റ് സംഭാഷണങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. അത് സ്വപ്ന സുരേഷും ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നതാണ്. സ്വാഭാവികമായും നമ്മൾ നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ അധികാര കേന്ദ്രങ്ങളുമായി ഇടപെടേണ്ടി വരുമ്പോൾ ആ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ രീതിയിൽ വേണം ഇതിനെ കൂടെ നോക്കിക്കാണാൻ. ഏതായാലും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രൻ സ്വപ്നയോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നതാണ് ഈ ചാറ്റ് സംഭാഷണത്തിൽ ഉള്ളത്. നേരത്തെ സ്വപ്ന സുരേഷും CM രവീന്ദ്രനും തമ്മിലുള്ള ചാറ്റ് സംഭാഷണം പുറത്തു വന്നിരുന്നു. അന്ന് പ്രളയ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചാറ്റ് സംഭാഷണങ്ങളും സ്വകാര്യ സംഭാഷണങ്ങളുമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ M ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിലുള്ള ചാറ്റ് സംഭാഷണത്തിൽ CM രവീന്ദ്രനെ വിളിക്കാൻ, അതായത് റെഡ് ക്രസന്റിന് കത്ത് നൽകുന്ന കാര്യത്തിന് അത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ CM രവീന്ദ്രനെ വിളിക്കൂ എന്ന് സ്വപ്ന സുരേഷിനോട് M ശിവശങ്കറും പറഞ്ഞിരുന്നു. അതിനെല്ലാം പിന്നിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് നമുക്ക് പറയുക സാധ്യമല്ലാത്തതുകൊണ്ടാണ്. ഏതായാലും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്ന ചാറ്റ് സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കിരൺ, ശരി, സുബി വിശ്വനാഥനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.